അവര് വരണ വന്നിട്ട് തന്നെ ഉണ്ടായ വൈവാസ് പോകത്തില്ല. അതുപോലെ തന്നെ ഇതാണ് 10 കൊല്ലമായിട്ട് ഒന്നും ഈ ചെയ്തില്ല. കക്കല് സ്വർണം കക്കല് ഭഗവാന്റെ കക്കല് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ തുടർ ഭരണം കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. യാതൊരു കാര്യമില്ല. മാറട്ടതേ 100-ലൊരു എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും അവർക്ക്? നമുക്ക് 100 ഒരു 10 മാർക്കോളം കൊടുക്കാൻ പറ്റും. പിണറായിക്ക് ഭരണമൊക്കെ എങ്ങനെയുണ്ട്? കേരളത്തിൽ എങ്ങനെ പോകണം? നല്ല ഭരണമാണ്. നല്ല ഭരണമാണ്, വളരെ നല്ല ഭരണമാണ്. റോഡ്, ആശുപത്രി എല്ലാം എല്ലാം ഉണ്ട്. ഏതായാലും ചേട്ടൻ പറഞ്ഞത് ആശുപത്രിയിൽ വികസനം കൂടി എന്നാണ് പറഞ്ഞത്. ചേട്ടൻ പറയുന്നത് ആശുപത്രി വികസനം കൂടിയിട്ടുണ്ട്, മരുന്നില്ല എന്നാ പറഞ്ഞത്. ഡോക്ടർമാരില്ല, മരുന്നില്ല, പഞ്ഞി പോലും ഇല്ലെന്നാ പറയുന്നത്. കത്രികയുണ്ട് വയറിൽ, വയറ്റില് കത്രിക. ഞാൻ പറയാം, ശിവ മിക്കവാറും ജയിക്കും. ശിവ ജയിക്കും. ആഹാ, അവര് വരണ വന്നിട്ട് തന്നെ ഉണ്ടായ വൈവാസ് പോകത്തില്ല. അതുപോലെ തന്നെ ഇതാണ് 10 കൊല്ലമായിട്ട് ഒന്നും ഈ ചെയ്തില്ല. കക്കല് സ്വർണം കക്കല് ഭഗവാന്റെ കക്കല് മാത്രമേ ഉള്ളൂ. അതെ, അപ്പൊ ശിവ ജയിക്കും. എന്നാ ശരി. എങ്ങനെയുണ്ട് മൊത്തത്തിൽ പിണറായി ഭരണം? നാശവാസാക്കി അവർക്ക് കൊള്ളാം, പാർട്ടിക്കാർക്ക് കൊള്ളാം. പാർട്ടിക്കാർക്ക് കൊള്ളാം, അവരവരുടെ കുടുംബം ജീവിക്കുന്നുണ്ട്. ഇപ്പൊ വിലക്കയറ്റം കൊണ്ട് വെറുതെയില്ല. അതെ, സാധാരണക്കാരാണ് ഗ്യാസ് പെട്ടത്. കിട്ടാനില്ല. സാധാരണക്കാരുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടാണ് പിണറായി സർക്കാർ. അത് പറിച്ചത് മാത്രമേ ഉള്ളൂ, അവർക്ക് പാർട്ടിക്കാർക്ക് കുഴപ്പമില്ല. അവരൊക്കെ നന്നായിട്ടില്ലേ? നമ്മളാരും നന്നായില്ല എന്ന് മാത്രമല്ല. ഇനി അവര് വരാണ്ടിരുന്നല്ല, വരാണ്ടിരുന്നാ മതി. വന്നാ ഇനി കേരളം വെച്ചേക്കൂല. കേരളം വെച്ചേക്കൂല. ഞാൻ ഉള്ള കാര്യം പറയാം. അവിടെ നല്ല കാര്യം നമ്മൾ തുറന്ന് പറയണല്ലോ. നമ്മൾ പറയാനുള്ള നമുക്ക് വിധി എഴുതാനുള്ള ദിവസമാണല്ലോ ഏപ്രിൽ 9. ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എന്ത് നമുക്ക് പറയാം, നമുക്ക് ധൈര്യമായിട്ട് തന്നെ പറയാം. നമുക്ക് അതിനുള്ള ഇത് തന്നിട്ടില്ല. നമ്മളല്ല അവരെ തെരഞ്ഞെടുക്കേണ്ടത്. ആരെയാണെങ്കിലും തെരഞ്ഞെടുക്കാനുള്ള ഷിബു തന്നെയായിരിക്കും. അയ്യപ്പന്റെ സ്വർണം കെട്ടവരോട് എന്താ പറയാനുള്ളത്? അത് സർക്കാർ അറിയാണ്ട് ഒന്നും നടക്കില്ല. സർക്കാർ തന്നെ ആയിരിക്കും. അവരിപ്പോ വെലസ് എടുക്കില്ല, ഞാനൊന്നും അറിഞ്ഞില്ല പറഞ്ഞു. ഭഗവാൻ ചോദിച്ചോളൂന്നാണോ? പ്രാവശ്യത്തെ വിധി നേരാവണ്ണം പോവില്ല. ആയിക്കോട്ടെ, ശരി. ചേട്ടാ, ഇലക്ഷനൊക്കെ എങ്ങനെയാ? കോതമംഗലം ആര് പിടിക്കും? മൊത്തത്തിൽ എങ്ങനെയാ പിണറായി ഭരണമൊക്കെ എങ്ങനെയുണ്ട്? 10 വർഷക്കാലമായിട്ട് മോശമാണ് മൊത്തത്തില്. തുടരണോ ഈ സർക്കാരിനെ? തുടരാൻ സാധ്യത കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മുടെ എൻ്റെ അഭിപ്രായത്തിൽ ഭരണം കിട്ടാൻ സാധ്യതയില്ല. UDF ഭരിക്കാൻ സാധ്യതയുള്ളൂ. UDF വരണം എന്നാ സാധ്യത എൻ്റെ കണക്കൂട്ട്. നമ്മൾ ഇവിടത്തെക്കാരനല്ലേ? വോട്ട് ഇവിടെ തന്നെയല്ലേ? ഇവിടെ ഷിബു ആണോ കൂടുതൽ മുൻതൂക്കം വരുന്നത്, ആന്റണി ജോൺ ആണോ സാധ്യതയുള്ളത്? ഷിബുവിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പ്രവർത്തനമൊക്കെ പുള്ളിയുടെ മോശമല്ലെങ്കിലും പുള്ളിക്ക് അങ്ങനെ പ്രവർത്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലല്ലോ ഇവിടെ. ശരി ശരി ശരി. മൊത്തത്തിൽ പിണറായി ഭരണം എങ്ങനെയുണ്ട് ഒരു 10 വർഷക്കാലത്തെ? മോശമല്ലേ? വളരെ മോശമാണ്. തുടർ ഭരണം വേണ്ട, അപ്പോ ഇനി വരികയേ വേണ്ടെന്നാ? എങ്ങനെയുണ്ടായിരുന്നു 10 വർഷം? ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ജീവിക്കാൻ പറ്റില്ല, അതല്ല പറ്റുന്നത്. ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു 10 വർഷക്കാലം ഇത്രയും ഒരു ഗവൺമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്ന തുടർഭരണം ആദ്യമായിട്ടാണ് നമുക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്നിപ്പോ തുടർ ഭരണം കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. യാതൊരു കാര്യമില്ല. മാറട്ടതേ 100-ലൊരു എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും അവർക്ക്? നമുക്ക് 100 ഒരു 10 മാർക്കോളം കൊടുക്കാൻ പറ്റും. പിണറായിക്ക് ഇക്കുറി ആര് പിടിക്കും ഭരണത്തില്? തുടർഭരണം വരുമോ? UDF പിടിക്കും. എങ്ങനെയുണ്ട് 10 വർഷത്തെ പിണറായി ഭരണം? നല്ല സൂപ്പറല്ലായിരുന്നു. നല്ല സൂപ്പറായിരുന്നു, അതുകൊണ്ടാണ് UDF പിടിക്കണം എന്ന് പറഞ്ഞാലേ. എങ്ങനെയുണ്ട് പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ജീവിക്കാൻ ഒരു തരത്തിലും നിവൃത്തിയില്ല. അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാൻ? വിലക്കയറ്റം, സാധാരണക്കാരന്റെ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. അമ്പലം കൊള്ള ഭഗവാനെ പോലും വെറുതെ വിട്ടിട്ടില്ല, പിന്നെയാ നമ്മളല്ലേ. എന്താ അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പോ? ആരോടാ? പിണറായി വിജയനോട്. പിണറായിയോടെ എങ്ങനെയും രാജിവെച്ച് പുറത്തു പോകാനാ പറയുള്ളൂ. ഇനിയിപ്പോൾ രാജിവെക്കേണ്ട അവസ്ഥയില്ല, കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അദ്ദേഹം എന്തായാലും ജീവനുള്ള കാലത്തോളം രാജിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അദ്ദേഹം വരാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേട്ടോ, എങ്ങനെയുണ്ട് ഭരണമൊക്കെ? എങ്ങനെയുണ്ട് കേരളത്തിൽ? എങ്ങനെ പോകണം? നല്ല ഭരണമാണ്. നല്ല ഭരണമാണ്, വളരെ നല്ല ഭരണമാണ്. റോഡ്, ആശുപത്രി എല്ലാം എല്ലാം ഉണ്ട്. പെൻഷൻ കൂട്ടി തന്നിട്ടുണ്ട്. പെൻഷൻ മുടങ്ങാണ്ട് കിട്ടുന്നുണ്ട്. അത് കൂടി വന്നിട്ടുണ്ടല്ലോ, അതും അത് ഞങ്ങൾക്ക് അരി മേടിക്കാനുള്ള അതാണ് ഞങ്ങൾക്ക് ആവശ്യം. പക്ഷെ അരിയുടെ വില അതുപോലെ കൂടുന്നുണ്ട്. അപ്പൊ അന്നേരം കൂട്ടിക്കൊണ്ടിരിക്കും. ഇനിയും പെൻഷൻ കൂട്ടി കിട്ടുമെന്നാണ് വിശ്വാസം. ഫോട്ടോ എടുത്തോ അയച്ചോ, നിങ്ങളുടെ അവിടെ ഉണ്ടെന്ന് വെച്ചാൽ വിട്ടോ, ഒരു കുഴപ്പമില്ല.
ഏതായാലും ചേട്ടൻ പറഞ്ഞത് ആശുപത്രിയിൽ വികസനം കൂടി എന്നാണ് പറഞ്ഞത്. ചേട്ടൻ പറയുന്നത് ആശുപത്രി വികസനം കൂടിയിട്ടുണ്ട്, മരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഡോക്ടർമാരില്ല, മരുന്നില്ല, പഞ്ഞി പോലും ഇല്ലെന്നാ പറയുന്നത്. കത്രികയുണ്ട് വയറിൽ, കത്രിക വയറ്റില് കത്രിക. ശരി, എങ്ങനെയുണ്ട് പിന്നെ കോതമംഗലം ആര് പിടിക്കും കുറി? ഷിബു ജയിക്കും. ഷിബു എങ്ങനെയുണ്ട് മൊത്തം പ്രവർത്തനമൊക്കെ? നല്ല പ്രവർത്തനം ഉണ്ട് നാടിൻ്റെ. പിന്നെ UDF-കാരുടെ ഇതനുസരിച്ചിരിക്കും. UDF-ൻ്റെ മണ്ഡലമാണല്ലോ കോൺഗ്രസ് ഈ കോതമംഗലം. അപ്പം അത് കാരണം ഇത്തവണ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എങ്ങനെയാണ്, പിണറായി വിരുദ്ധ വികാരം ഉണ്ടോ? ആൻ്റണിയോട് നല്ല ഇതാണ് കാഴ്ചവെക്കണേ. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ ഒരു ഇതനുസരിച്ച് അദ്ദേഹം നല്ല പ്രവർത്തനമാണ് 2 ടേണായി. പക്ഷെ പറയാനായിട്ട് പറ്റില്ല എങ്ങനെയാണ്. ഷിബു വരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ UDF പൊതുവെ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, അതിൻ്റെ ജനങ്ങളല്ലേ തീരുമാനം. മൊത്തത്തിൽ പിണറായി ഭരണം എങ്ങനെയുണ്ട് 10 വർഷക്കാലം കൊണ്ട്? ഭരണം കുഴപ്പമില്ല. ശബരിമല വിഷയം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെങ്ങനെയാണെന്ന് പറയാനായിട്ട് പറ്റില്ല. ജനങ്ങൾ ഹിന്ദു വോട്ടർമാരിൽ ഇത് പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ കാരണം ഒരു ഭരണം മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. UDF-ൻ്റെ വരുമെന്നാണ് നേരിയ ഭൂരിപക്ഷത്തിലൊക്കെ. പിടിക്കും ഇക്കുറി കോതമംഗലം? ആന്റണി ജോൺ പിടിക്കും. മൊത്തത്തിൽ പിണറായി ഭരണമൊക്കെ എങ്ങനെയുണ്ട്? വീണ്ടും വരും, ഉറപ്പാണ്. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? കുടിശ്ശികയൊന്നുമില്ല. മൊത്തത്തിൽ പിണറായി ഭരണത്തിൽ അങ്ങോട്ട് തൃപ്തനാണ്. ഷിബുവിന്റെ ഭരണം എങ്ങനെയുണ്ട്? ഷിബുവിന്റെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട്? പോരാ ചേട്ടാ, ഇലക്ഷൻ ചൂടൊക്കെ ആയോ? കോതമംഗലം ആര് പിടിക്കും? ഷിബു പിടിക്കും. ഷിബുവിന്റെ പ്രവർത്തനങ്ങളിൽ അത്ര അതെ. മൊത്തത്തിൽ എങ്ങനെയുണ്ട് നമ്മുടെ പിണറായി ഭരണം ഒരു 10 വർഷക്കാലം കൊണ്ട്? ഈ 2ാമത്തെ വർഷത്തിൽ വളരെ മോശമായിരുന്നതാണ്. ഇവിടെ ആരോഗ്യ മേഖലയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ നമുക്ക് ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ ആരോഗ്യ മേഖല വളരെ മോശമാണ്. വളരെ മോശമാണ്. നമ്മൾ സർക്കാർ ആശുപത്രികളിൽ പോകാറുണ്ടോ? സർക്കാർ ആശുപത്രിയിൽ പോകാറുണ്ട്. എല്ലായിടത്തും വളരെ പ്രവർത്തനം മോശമാണ്. ഇനി ഒരു തുടർഭരണം ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, മതിയായി. എന്താണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്? വേറെ ഒന്നുമില്ല. ഇനി അടുത്ത മുഖ്യമന്ത്രി വരട്ടെ, നന്നായിട്ട് ഭരിക്കട്ടെ. നന്നായിട്ട് ഭരിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രി വരട്ടെ എന്ന്. അത് ആ പാർട്ടിയിൽ നിന്നാവണമെന്നില്ലല്ലോ. ആ പാർട്ടിനെ വേണ്ട, ആ പാർട്ടി മതിയായി. ഇനി ഒരു 10 വർഷക്കാലം കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ആദ്യത്തെ 5 വർഷമൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ 2ാമത്തെ വർഷം വളരെ മോശമായിരുന്നു. 2ാമത്തെ 5 വർഷം സാധാരണ പാർട്ടിയും അങ്ങനെ അടുപ്പിച്ച് ഭരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഭരണം പോവില്ല. അതാണ് ഭരണം മാറി വരുന്നതാണ് നല്ലത്. ചേട്ടാ, എങ്ങനെ കോതമംഗലം ആര് കൊണ്ടുപോകും? കോതമംഗലം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആൻ്റണി നല്ലൊരു MLA ആണ്, ഓടി എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, തെക്കുംപുറം 3ാമത്തെ റൗണ്ടിലാണ് മത്സരിക്കുന്നത്. പക്ഷെ ആളുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ബേസിലായിരിക്കും അത് വരിക. പിന്നെ കുറേ രാഷ്ട്രീയ കളികളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഷിബു കുറെ കൂടെ സാന്ത്വന പരിചരണ രംഗത്തും കാര്യങ്ങൾ, പാലിയേറ്റീവ് കെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. ഇവിടെ രാഷ്ട്രീയമല്ലേ, അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ട് കുറേ കളികളുണ്ടാവും. പക്ഷെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യത്വം കൂടി വരുന്നിടത്തായിരിക്കണമല്ലോ നമ്മളെ. ആന്റണിയെ സംബന്ധിച്ച് എപ്പോഴും ഓടി ചെല്ലാവുന്ന ഒരു മനുഷ്യത്വമുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ തെക്കുംപുറം എന്ന് പറയുമ്പം ഹൈ ബിസിനസ് മൈൻഡഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെങ്കിലും കാണിക്കും. എങ്ങനെയുണ്ട് കോതമംഗലം ഇക്കുറി ആര് പിടിക്കും? തെക്കുംപുറം ഷിബു പിടിക്കുമെന്നാണ് പറയാൻ പറ്റുള്ളൂ. കേരള കോൺഗ്രസിന്റെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ പിണറായി ഭരണം എങ്ങനെയുണ്ട്? പിണറായി ഭരണത്തെ കുറിച്ചൊന്നും പറയാൻ പറ്റൂലല്ലോ. അതിൻ്റെ ഇപ്പോൾ ഒരു തിരിച്ചടി മറ്റുള്ള തെരഞ്ഞെടുപ്പിൽ നടന്നു. ഭരണവിരുദ്ധ വികാരം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത് തന്നെയാണ്. ബാധിക്കത്തില്ലല്ലേ, പരിപൂർണമായിട്ടും കോൺഗ്രസ് ജയിക്കുന്നതാണ് താല്പര്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. പിണറായി വിജയന്റെ ആ ഒരു ഭരണകാലയളവ് 10 വർഷം കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? കിട്ടിയെന്ന് പറയാനുള്ള കുറച്ചൊക്കെ കിട്ടി. എങ്കിലും അതിപ്പോൾ ജനത്തിന് അതൊരു ബുദ്ധിമുട്ടായിട്ടല്ലേ തീർന്നേക്കണം പല രീതികളിൽ. ഈ അവസാന കാലയളവിൽ അഴിമതികളുടെ കഥകളെടുത്ത് നോക്കിയാൽ തന്നെ അഴിമതി എല്ലാവരിലും ഉണ്ടല്ലോ. അഴിമതി എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഉണ്ട്. തുടർഭരണം വേണം എന്നാണോ? തുടർഭരണം ഇപ്പോൾ ഒരു മാറ്റം വരണ്ടേ? മാറ്റം വരണം. അപ്പോൾ മാറ്റം വരട്ടെ.